പ്രിയമുള്ളവരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ശ്രീ ജോയ്സ് ജോർജാണ്. ജോയ്സ് ജോർജിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇടുക്കിയുടെ മുൻ MP ആണ്. MP ആയിരിക്കുന്ന സമയത്ത് ജോയ്സ് ജോർജ് ചെയ്ത സേവനങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഞാൻ അന്ന് കേരളത്തിൻ്റെ ആരോഗ്യ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് ഇടുക്കി ജില്ലയിലെ നിരവധി വികസന പ്രവർത്തനങ്ങളിൽ ജോയ്സ് ജോർജുമായി ഒരുമിച്ച് ഇടപെട്ടിട്ടുണ്ട്. വിശേഷിച്ച് ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ ഞാൻ മന്ത്രിയായി ചാർജ് എടുക്കുന്ന സമയത്ത് ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അന്ന് അംഗീകാരം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. അതിനു മുമ്പുള്ള UDF സർക്കാരിൻ്റെ കാലത്ത് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാങ്ങിയ അംഗീകാരം പിന്നീട് കേന്ദ്ര ഗവൺമെൻറ് മെഡിക്കൽ കൗൺസിൽ പിൻവലിച്ച സ്ഥിതിയിലായിരുന്നു അന്നുണ്ടായിരുന്നത്. അത്യാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി മെഡിക്കൽ കോളേജിന് വീണ്ടും അംഗീകാരം ലഭ്യമാകാൻ ജോയ്സ് ജോർജ് MP നടത്തിയ പരിശ്രമം എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. നിരവധി മീറ്റിങ്ങുകൾ നടത്തി കൂടെ നിന്ന് ഇടപെട്ടുകൊണ്ടാണ് ഇടുക്കി മെഡിക്കൽ കോളേജിന് വീണ്ടും അംഗീകാരം നേടാൻ സാധിച്ചത്. ഇന്ന് കാണുന്ന കോളേജിൻ്റെ അക്കാദമിക് ബ്ലോക്കും അതുപോലെ തന്നെ ആശുപത്രി ബ്ലോക്കും എല്ലാം നിർമ്മിച്ചത്, അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ജോയ്സ് ജോർജിൻ്റെ പരിശ്രമ ഫലമായിട്ടാണ്. മറ്റ് വികസന കാര്യങ്ങളെക്കുറിച്ചെല്ലാം എല്ലാവർക്കും അറിയാം. വളരെ പ്രസന്നനായി എല്ലാവരെയും സമീപിച്ച് എല്ലാവരുടെയും ബന്ധുവായി സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ജോയ്സ് ജോർജിനെ ഇടുക്കിയുടെ MP ആയി തിരഞ്ഞെടുത്താൽ ഉറപ്പായും ആ നിയോജക മണ്ഡലത്തിൽ വമ്പിച്ച മാറ്റം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി പാർലമെൻറ്റിൽ കനത്ത ശബ്ദമായി ജോയ്സ് ജോർജിൻ്റെ ശബ്ദം ഉയരും. പ്രിയ സഹോദരി സഹോദരന്മാർ, ജോയ്സ് ജോർജിന് തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു.